നമസ്കാരം. ഈസി ലേണിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പോർഷൻ കുറച്ച് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആദ്യം എത്തുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോ കൂട്ടുകാർ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ പദാർത്ഥ സ്വഭാവം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്. അപ്പൊ ആ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു മാറ്റർ എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ് വഴി നമ്മൾ ചെയ്തായിരുന്നു അല്ലെ. എന്താണെന്നുള്ളത് എനിത്തിങ് വിച്ച് ക്യാൻ ഓക്യുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലെ. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമായതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ചർച്ച ചെയ്യുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അവസ്ഥകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്കറിയാം. സോളിഡ്, ഒന്നാമത്തെ അവസ്ഥ ഏതാണ്? സോളിഡ്. രണ്ടാമത്തത് ലിക്വിഡ്, ഏതാണ്? ലിക്വിഡ്. മൂന്നാമത്തത് ഗ്യാസ്, ഏതാണ്? ഗ്യാസ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരം, ഏതാണ്? ഖരം. ലിക്വിഡ് ദ്രാവകം. മൂന്നാമത്തത് വാതകം, വാതകം. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. മലയാളത്തിൽ ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, ഈ 3 അവസ്ഥകളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോവുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, ഓരോന്നിന്റെയും സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഖരം അല്ലെങ്കിൽ സോളിഡിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഈ ഖരം അല്ലെങ്കിൽ സോളിഡിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഖരം. ഒരു കല്ലെടുത്തു കഴിഞ്ഞാൽ ആ കല്ലിനൊരു ഷേപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ പെണ്ണെടുത്താൽ ഈ പെൻ എന്താണ്? ഒരു ഷേപ്പ് ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ ഒരു കല്ലെടുത്താൽ പോലും അതിനൊരു ഷേപ്പ് ഉണ്ട് അല്ലെ. അത് നമ്മൾ എവിടെ വെച്ചാലും ആ ഷേപ്പിൽ മാറ്റം വരുന്നുണ്ടോ? അത് ഷേപ്പിന് എന്ത് ഉണ്ടാകുന്നില്ല? ആ മാറ്റം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ആകൃതിക്ക് എന്തുണ്ടാകുന്നില്ല? മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഖരത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെന്തുണ്ടായിരിക്കും? കൃത്യമായ ആകൃതി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും? കൃത്യമായ ഷേപ്പ് ഉണ്ടായിരിക്കും. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് അല്ലെങ്കിൽ പെർമനന്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ആർക്ക്? ഖരം അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിന് എന്തുണ്ടായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. എന്താ? ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ ഒന്നാമത്തെ സോളിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയാണ് പറഞ്ഞത്. ഓക്കെ, ഹാസ് പെർമനന്റ് ഷേപ്പ് അല്ലെങ്കിൽ എന്താണ്? വ്യക്തമായ കൃത്യമായ ആകൃതിയുണ്ട്. ഓക്കെ, രണ്ടാമത് നോക്കാം. ഇതിന് വ്യക്തമായ ഒരു മാസ് ഇല്ലേ? മാസ്. വ്യക്തമായ ഒരു മാസ് ഉണ്ട്, അല്ലെങ്കിൽ ഹാസ് മാസ്. ആർക്ക് മാസ് ഉണ്ട്? സോളിഡ് സ്റ്റേറ്റ് സബ്സ്റ്റൻസിന് മാസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്? അവയ്ക്ക് മാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവയ്ക്ക് ഒരു ഭാരമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാസ് മാസ്, ഹാസ് പെർമനന്റ് ഷേപ്പ്. മാസ് ഉണ്ട്, പിന്നെന്താണ്? വ്യക്തമായ ആകൃതിയുണ്ട്. 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഹാസ് മാസ്, ഹാസ് പെർമനന്റ് ഷേപ്പ്. ഓക്കെ, ഇനി മൂന്നാമതൊരെണ്ണമാണ് പറയുന്നത്. വ്യക്തമായ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയ ഒരു വോളിയം ഉണ്ട്, വ്യാപ്തമുണ്ട്. ഹാസ് ഡെഫിനറ്റ് വോളിയം. ഹാസ് ഡെഫിനറ്റ് വോളിയം അല്ലെങ്കിൽ ഹാസ് ഡെഫിനറ്റ് വോളിയം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? വ്യക്തമായ അല്ലെങ്കിൽ എന്താണ്? ഒരു വ്യാപ്തമുള്ള ഒരു വസ്തുവാണ്. വ്യാപ്തം നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് സോളിഡ് സ്റ്റേറ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഖരം. ഓക്കെ, ഇപ്പൊ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഹാസ് മാസ്, ഹാസ് പെർമനന്റ് ഷേപ്പ്, പിന്നെന്താണ്? ഹാസ് വോളിയം, ഹാസ് ഡെഫിനറ്റ് വോളിയം. മാസ് ഉണ്ട്, ആകൃതിയുണ്ട്, പിന്നെന്താണ്? വ്യാപ്തമുണ്ട്. ഈ 3 പോയിന്റുകൾ ആർക്ക് ഓർത്തിരിക്കുക? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരത്തിന് ഓർത്തിരിക്കുക. കിട്ടി കാണുമല്ലോ. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ദ്രാവക അവസ്ഥ.
നോക്കിയേ, ഇതിന് എന്തുണ്ടായിരിക്കും? വ്യക്തമായ ഒരു മാസ് ഉണ്ടായിരിക്കും. ഹാസ് മാസ്. ആർക്ക് മാസ് ഉണ്ട്? ലിക്വിഡ്സിന് മാസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭാരമുണ്ട് അല്ലെ? ഓക്കെ, ലിക്വിഡ്സിന് മാസ് ഉണ്ട്. ഹാസ് മാസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയാം, ഹാസ് മാസ്. ഓക്കെ, രണ്ടാമത്തെ എന്ത് പറയാം? വോളിയം ഉണ്ട്. ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്, വ്യാപ്തമുണ്ട്. ഹാസ് ഡെഫിനറ്റ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തമുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഹാസ് മാസ്, രണ്ടാമത്തെ എന്താണ്? ഹാസ് ഡെഫിനറ്റ് വോളിയം. മാസ് ഉണ്ട്, വ്യാപ്തമുണ്ട്. രണ്ടാമത്തെ എന്താ? മൂന്നാമത്തെ എന്താണ്? ഇപ്പോൾ ഞാൻ ഈ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ത് പറയാം? നമുക്ക് വാട്ടർ എടുക്കാം, ജലം എടുക്കാം. ഈ ജലം ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചാൽ ആ കുപ്പിയുടെ ആകൃതിയായിരിക്കും. ഇതേ ജലം തന്നെ വേറെ ഒരു ആകൃതിയുള്ള ഒരു കുപ്പിയിൽ ശേഖരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ശേഖരിച്ചാൽ അതിന് ഗ്ലാസിന്റെ ആകൃതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് സ്ഥിതി ചെയ്യുന്ന പാത്രം ഏതാണോ അവിടെ അതിന്റെ ആകൃതി കാണിക്കും ആര്? ലിക്വിഡ്. അപ്പോൾ എന്താണ്? ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു ആകൃതി ആർക്കില്ല? ലിക്വിഡ് സ്റ്റേറ്റ് സബ്സ്റ്റൻസിന് ഇല്ല. അല്ലെങ്കിൽ എന്താണ്? ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് എന്തില്ല? ഡെഫിനറ്റ് ആയ ഒരു ഷേപ്പ് ഇല്ല. അപ്പോൾ മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. രണ്ടാമത് എന്താണ്? ഒരു കൃത്യമായ ആകൃതി ഇല്ല, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ആർക്കില്ല? ദ്രാവകാവസ്ഥയിലുള്ള സബ്സ്റ്റൻസിന്. നമുക്ക് എന്ത് പറയാം? എക്സാമ്പിൾ എന്ത് പറയാം? വാട്ടർ, അല്ലെങ്കിൽ എന്ത് പറയാം? ജലം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അവസാനത്തെ സ്റ്റേറ്റ് നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ വാതകം. നമ്മൾ ഒരു ബലൂണിന്റെ എക്സ്പെരിമെന്റ് പഠിച്ചായിരുന്നു അല്ലെ? അതിനകത്ത് നമുക്ക് പറഞ്ഞു മാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ മാസ് ഉണ്ട്, ഹാസ് മാസ്. ആർക്ക് മാസ് ഉണ്ട്? ഗേഷ്യസ് സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ആർക്ക്? വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ മാസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാസ് ഉണ്ടെന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. രണ്ടാമത് എന്തില്ല? ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. ബലൂണിലാണെങ്കിൽ ബലൂണിന്റെ ഷേപ്പ് അതിന് നമ്മളൊരു റൂമിലേക്ക് തുറന്നു വിട്ടാൽ ഒരു ഷേപ്പും ഇല്ലാതെ പോകുന്നു അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ ശ്രദ്ധിക്കുക, അത് എവിടെയാണ് ഓക്കുപ്പൈ ചെയ്യുന്നത് അതിന്റെ എന്താ ഷേപ്പ് തന്നെ എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അപ്പോൾ ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ വാതകങ്ങൾക്ക്? ഗേഷ്യസ് സ്റ്റേറ്റ് സബ്സ്റ്റൻസിന് എന്തില്ല? ഡെഫിനറ്റ് ഒരു ഷേപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ മാസ് ഉണ്ട്, പക്ഷെ ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ഓക്കെ, അവസാനത്തെ പോയിന്റ് എന്ത് പറയാം? വോളിയം ഉണ്ടോ? ഇല്ല, വോളിയവും ഇല്ല, അല്ലെങ്കിൽ വ്യാപ്തവും ഇല്ല. വ്യക്തമായ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയവും ആർക്കില്ല? ഗേഷ്യസ് സ്റ്റേറ്റ് സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഉദാഹരണം പറയുകയാണെങ്കിൽ നീരാവി പറയാം, സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ നമുക്ക് പറയാം. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പോ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് പറഞ്ഞത്. അതിൽ തന്നെ ഇതിന്റെ ഓരോന്നിന്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു, അല്ലെങ്കിൽ ഓരോന്നിന്റെയും സ്വഭാവ സവിശേഷതകളും നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്വഭാവ സവിശേഷതകളുമാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, അടുത്തൊരു ടോപ്പിക് ആണ് അത്. Arrangement of particles. അല്ലെങ്കിൽ എന്താണ്? കണികകളുടെ ക്രമീകരണം. ശ്രദ്ധിക്കുക, കണികകളുടെ ക്രമീകരണം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പിക്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു പിക്ചറിലൂടെ വരയ്ക്കാം. ഒരു പിക്ചറിലൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ 3 സ്റ്റേറ്റ്സ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ 3 അവസ്ഥകളാണ് പഠിച്ചത്. ഒന്നാമത് പഠിച്ചത് ഏതാണ്? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥ. ശ്രദ്ധിച്ച്, ഖരാവസ്ഥ നമ്മൾ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ട്, ഒരു ആകൃതി ഉണ്ട്. ഓക്കെ, ആകൃതി ഉണ്ടെങ്കിൽ അതിലെ കണികകൾ, കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ, അവയെ മറ്റേത് പേര് വിളിക്കാം? പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ അവർ ഏത് രീതിയിലായിരിക്കും ഇതിൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അവരെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാം. ഇത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഏതാണ്? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരം. ഓക്കെ, നമ്മൾ നോക്കി, ഇതാണ് കണികകൾ. ഇതാണ് എന്ത്? കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ, അതും അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. നോക്കെ,
ഒന്നിന് മുകളിൽ ഒന്നായത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കുകയല്ലേ, വളരെ അടുത്തടുത്തില്ലേ, ഇല്ലേ, ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാതിരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾസ് എന്താണ്, ക്ലോസ്ലി പാക്ഡ് ആണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. എന്താണ്, തിങ്ങി നിറഞ്ഞ് കാണപ്പെടുകയല്ലേ, വളരെ അടുത്തടുത്ത് കാണപ്പെടുന്നു. ഒന്നാമത്തെ ഒരു സവിശേഷത പറയാമല്ലോ, പാർട്ടിക്കിൾസ് എന്താണ്, ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നു, ഇല്ലേ, വളരെ അടുത്തടുത്ത് കാണപ്പെടുന്നു. ഇനി നോക്കി, ഇവയ്ക്കിടയിൽ അകലമുണ്ടോ? there is no distance between the particles, അല്ലെങ്കിൽ എന്താണ്, അവിടെ കണികകൾ തമ്മിൽ എന്തില്ല, യാതൊരു വിധമായ അകലവുമില്ല, വളരെ അടുത്തടുത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ. പിന്നെന്താണ്, ഇവർക്കിടയിൽ ചലനമുണ്ടോ, ചലനം, മൂവ്മെന്റ്സ് ഉണ്ടോ? പാർട്ടിക്കിൾസിന് എന്തില്ല, മൂവ്മെന്റ്സ് ഇല്ല, അടുത്തടുത്തല്ലേ കാണപ്പെടുന്നേ, ഇത്രയും അടുത്തടുത്ത് കാണപ്പെടുന്നതുകൊണ്ട് എന്തില്ല, മൂവ്മെന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ എന്താ, ഒരു ലാർജ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, വളരെ വലിയൊരു ആകർഷണ ബലമായിരിക്കും ഈ കണികകൾ തമ്മിൽ. ശ്രദ്ധിക്കുക, എന്താണ്, ഈ കണികകൾ തമ്മിൽ വളരെ വലിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, വളരെ വലിയൊരു ആകർഷണ ബലമായിരിക്കും. നോക്കി, ഇവയ്ക്ക് ചലിക്കാനുള്ള കഴിവില്ല, ചലിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ എന്തുമില്ലെന്ന് പറയാം, ഊർജവുമില്ല, അല്ലെങ്കിൽ എനർജി വളരെ കുറവാണ് എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഖര പദാർത്ഥത്തിലെ തന്മാത്രകൾക്ക് എന്താണ്, ഊർജം വളരെ കുറവാണെന്നല്ലേ പറയാൻ കഴിയുന്നത്, ചലനശേഷി വളരെ കുറവാണല്ലോ. അപ്പൊ ഇവ തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നു, ഇവയ്ക്കിടയിലെ ആകർഷണ ബലം വളരെ കൂടുതലാണ്. അപ്പൊ ഓരോ പോയിന്റ് ആയിട്ട് കിട്ടി കാണുമല്ലോ. പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്, ദർ ഇസ് നോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വെരി ഹൈ, അല്ലേ, അവരുടെ അട്രാക്ഷൻ എന്താണ്, വളരെ കൂടുതലാണ്. പിന്നെന്താ, there is no movement between the particles, അല്ലേ. പിന്നെന്താണ് പറയുന്നത്, ഇവർക്ക് എനർജി ഇല്ല, they have no energy, അവർക്ക് എന്തില്ല, എനർജി ഇല്ല. ഓക്കെ, പിടികിട്ടിയല്ലോ. അടുത്ത് നമ്മൾ പറഞ്ഞത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഏതാണ് ലിക്വിഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഏതാണ്, ദ്രാവക അവസ്ഥ, ദ്രാവക അവസ്ഥ. ശ്രദ്ധിച്ചേ, ഇവിടെയുള്ള കണികകളെ പോലെ അല്പം കൂടി എന്താണ്, അകലമാണ്, അല്ലേ. അപ്പോൾ അവര് തമ്മിൽ എന്തുണ്ട്, ചെറിയ അകലമുണ്ട്. പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ്, ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലേ. അവർക്ക് തമ്മിൽ എന്തുണ്ട്, ചെറിയ അകലമുണ്ട്. നോക്കണം, ഇനി എന്താണ്, പാർട്ടിക്കിൾസ് തമ്മിൽ അകലമുണ്ട്. ഇവര് ക്ലോസ്ലി പാക്ഡ് ആണോ? അല്ല, അല്ല, ഇല്ലേ, തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നില്ലല്ലോ. അവർ തമ്മിൽ ചെറിയ എന്തുണ്ട്, അകലമുണ്ട്. ഓക്കെ, ഇവിടെയുള്ള ആകർഷണ ബലത്തിന്റെ അത്രയും ഒരു ആകർഷണ ബലം ഉണ്ടോ ഇവിടെ? ഇല്ല. ഇവിടുത്തെ ഉള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന്റെ അത്രയും വലിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് എവിടെ ഇല്ല, ദ്രാവക തന്മാത്രകൾക്കിടയിൽ ഇല്ല. അതുപോലെ തന്നെ ഇവയ്ക്ക് ചലനശേഷി ഉണ്ടല്ലോ, മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ഇല്ലേ. അവർക്ക് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. നോക്കി, മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആരെ അപേക്ഷിച്ച്, സോളിഡ് സ്റ്റേറ്റ് സബ്സ്റ്റൻസിനെ അപേക്ഷിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മൂവ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, എനർജി ഉണ്ട്. ദേ ഹാവ് എനർജി, അല്ലേ. അവർക്ക് എന്തുണ്ട്, എനർജി ഉണ്ട്. മൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുമുണ്ട് അവിടെ, എനർജിയും ഉണ്ട്, ഇല്ലേ. അപ്പോൾ പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന്റെ അത്രയും ക്ലോസ്ലി പാക്ഡ് അല്ല, തിങ്ങി നിറഞ്ഞല്ല കാണപ്പെടുന്നത്. അവിടെ എന്തുണ്ട്, പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്, സ്മോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പിന്നെന്താണ്, പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാം, ചലിക്കാനുള്ള കഴിവുണ്ട്, ചലന സ്വാതന്ത്ര്യമുണ്ട്. ദേ ഹാവ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഇല്ലേ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എന്തുണ്ട്, എനർജി ഉണ്ട്. ദേ ഹാവ് എനർജി, ഇല്ലേ. അപ്പോൾ ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്തുണ്ട്, എനർജിയും ഉണ്ട്. അപ്പോൾ ദ്രാവകം കഴിഞ്ഞു. അടുത്ത ഏതാണ്, ഗ്യാസ് ആണ്. ഏതാണ്, ഗ്യാസ്. ഏതാണ്, ഗ്യാസ്. വാതകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വളരെ അകലത്തിലാണ് കാണപ്പെടുന്നത്, അല്ലേ. അപ്പൊ പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ്, ഒരു ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെ. ഒരു വലിയ അകലം തന്നെ ഉണ്ട്. പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്, വളരെ വലിയൊരു അകലമുണ്ട്. പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചലിക്കുവാൻ സാധിക്കുന്നുണ്ട്, അല്ലെ. അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഹൈ ആയിരിക്കും, അല്ലെ. ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്താണ്, അവർക്ക് കൂടുതലായിരിക്കും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്താണ്, ഹൈ ആണ്. ഇനി എന്താണ് പറയാനുള്ളത്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തുമുണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് എനർജിയും ഉണ്ട്. ആ പാർട്ടിക്കിൾസിന് എന്തായിരിക്കും, ഹൈ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ഉയർന്ന ഊർജ്ജമായിരിക്കും പാർട്ടിക്കിൾസിനുള്ളത്. ഓക്കെ, ഇവര് തമ്മിലുള്ള അകലം എന്താണ്, കൂടുതലാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇത്രയും അകലത്തിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും, അല്ലെങ്കിൽ ആകർഷണ ബലം എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടുതലാണ്, അല്ലെ. അതുകൊണ്ട് എന്താണ്, ആകർഷണ ബലം കുറവാണ്, ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്, അല്ലെ.
പിന്നെന്താണ് ഊർജ്ജമുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇല്ലയോ, ലാർജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പിന്നെന്താണ് എനർജി എന്താണ് ഹൈ ആണ് അല്ലെ, ദേ ഹാവ് ഹൈ എനർജി ഇല്ലേ. പിന്നെന്താണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററില്, നമ്മള് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററില് നമ്മൾ പറഞ്ഞു വന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 സ്റ്റേറ്റ്സ് പറഞ്ഞു. അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്, അതിന്റെ അറേഞ്ച്മെന്റും പറഞ്ഞു, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റും പറഞ്ഞു, കണികകളുടെ ക്രമീകരണവും പറഞ്ഞു. ഓക്കെ, ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഖര അവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ തന്മാത്രകളുടെ ക്രമീകരണം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് ഇപ്രകാരമായിരിക്കും. പിടികിട്ടിയല്ലോ. ദ്രാവകാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ തന്മാത്രകളുടെ ക്രമീകരണം അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എപ്രകാരമാണ്, ഇപ്രകാരമായിരിക്കും. ഓക്കെ, ഗേഷ്യസ് ഫോമിലുള്ളതോ ഇതുപോലെ ഇരിക്കും. പിടികിട്ടിയല്ലോ.